ഷംസുദ്ദീൻ, ഇപ്പോൾ ആ വാർഡിലെ മെമ്പറായ ബിന്ദു കൂടിയുണ്ട്. ഞാൻ ബിന്ദുവിനോടൊന്ന് സംസാരിക്കുന്ന അങ്ങ് കൂടി കേൾക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീമതി ബിന്ദു, ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ഈ കുട്ടികളുടെ അമ്മ പറയുന്നത് മെമ്പറേയും വിളിച്ചിരുന്നു, പ്രൊമോട്ടറേയും വിളിച്ചിരുന്നു, ആരുടെയും ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടായില്ല. ഒരു വണ്ടി കിട്ടിയിരുന്നെങ്കിൽ ഒരു കുഞ്ഞിനെങ്കിലും രക്ഷപ്പെടുത്താമായിരുന്നു എന്നാണ് പറയുന്നത്. എന്നെ വീട്ടുകാരല്ല വിളിച്ചിരിക്കുന്നത്, എന്നെ ആശാപ്രവർത്തക വിളിച്ചിരുന്നു. പക്ഷെ അന്നേരം ഞാൻ വേറെ പരിപാടിയിലായിരുന്നു. ഫോൺ ഞാൻ പിന്നെ വീട്ടിൽ തന്നെയായിരുന്നു, വേറെ ഭാഗത്തായിരുന്നു ഫോൺ വെച്ചായിരുന്നത്. ഞാൻ തിരിച്ചു വന്ന് ആശാപ്രവർത്തകരെ വിളിച്ചു നോക്കുമ്പോൾ അവര് കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പഞ്ചായത്തിൽ നമുക്ക് പൈസ പിന്നെ ആശാപ്രവർത്തകരുടെ ചേച്ചിയാണ്. അപ്പൊ അവരെന്നെ വിളിച്ചിങ്ങനെ സംസാരിച്ചു, അത് എത്രയും പെട്ടെന്ന് നടന്ന് എത്തിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയായിരുന്നു. ഇവിടെ സാധാരണഗതിയിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഒരു വണ്ടിയൊക്കെ കിട്ടാനുള്ള ഒരു സ്ഥലമാണോ? ഉള്ള ഏരിയയാണ് ഈ ഉന്നതി. ജീപ്പൊക്കെ പോകുന്ന ഏരിയ അല്ലേ ബിന്ദു? അതെ 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 അതെ. അപ്പൊ ഇന്നലെ ജീപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ലേ ആ ഭാഗത്ത്? ഇല്ല, ഇന്നലെ സൈലന്റ് വലിയ ഓട്ടോ ഉള്ളതുകൊണ്ട് ജീപ്പുകളൊക്കെ അങ്ങോട്ട് പോയിരുന്നു. പിന്നെ അവര് വിളിച്ച ഓട്ടോകളൊക്കെ പിന്നെ ഒരു ഭാഗത്തായിരുന്നു, അവര് ഇതുപോലെ ഓട്ടം പോയിരിക്കുകയായിരുന്നു. അവിടുന്ന് ആശുപത്രിയിൽ എത്തണമെങ്കിൽ എത്ര സമയം വേണം? ഏകദേശം 3/4 മണിക്കൂർ. കൽക്കണ്ടി അകലെ ആശുപത്രിയിൽ എത്തുകയാണെങ്കിൽ മാത്രം, കൽക്കണ്ടിക്കാണെങ്കിൽ അത്രയും വേണ്ട. ഇതിപ്പോ വലിയ സങ്കടമാണ് ഈ വീട് ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പം എൻ ഷംസുദ്ദീൻ MLA കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. MLA കേൾക്കുന്നുണ്ട് ബിന്ദു പറയുന്നത്. ഇതൊക്കെ ശ്രദ്ധപ്പെടുന്ന കാര്യങ്ങളല്ലേ ബിന്ദു? ഇതിങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ നിൽക്കുന്നതൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് അതിലൊരു ശ്രദ്ധയില്ലാണ്ട് പോയത്? അങ്ങനെയല്ല, ഇവർക്ക് ഫണ്ട് നമ്മളാൽ കൊടുക്കുന്ന ഫണ്ടുകൾ ഫുള്ളും കൊടുത്തു. 2015-16 കാലഘട്ടത്തിലുള്ള വീടാണ്. ഇവര് മെയിൻ വാർത്തയുള്ള കാശ് വരെ വാങ്ങിച്ചെടുത്തു, അതിനുള്ള ഫണ്ട് എടുത്തിട്ടുണ്ട്. അതെ, പക്ഷെ എന്നാലും അപകടകരമായ സാഹചര്യത്തിൽ ഒരു കുടുംബം താമസിക്കുന്നുണ്ടെങ്കിൽ അതൊരു മെമ്പർ എന്ന നിലയിൽ ബിന്ദുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതിങ്ങനെ ഒരു അപകടകരമായിട്ടാണ് ഈ സാധനം നിൽക്കുന്നതെന്ന് ശ്രദ്ധപ്പെടണ്ടേ? കുട്ടികളൊക്കെ ഉള്ളതല്ലേ? ഇതുവരെ ഇത്രയും പ്രശ്നം തോന്നിയില്ല. ആ പരിസരത്ത് എല്ലാവരും അതിന് മുകളിൽ കയറി കളിക്കാറുണ്ട് എന്നാ പറയണേ. കുട്ടികളൊക്കെ ആ പരിസരത്ത് തന്നെ കയറി കളിക്കണെന്നാ പറഞ്ഞേ ഞാൻ അന്വേഷിച്ചപ്പോ. പക്ഷെ അത് വാർത്ത കഴിയാതെ നമുക്ക് അടുത്ത ഫണ്ട് ഇവര് കൊടുക്കൂലല്ലോ. പിന്നെ ATST ആയിരുന്നു അതെ, അതിന് പിന്നെ ATSTന്റെ ഫണ്ട് നിർത്തിപ്പോയിരുന്നു. ഇവരിപ്പോ താമസിക്കുന്ന സ്ഥലം എനിക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഒരു ഷെഡിലാണ് അവര് താമസിക്കുന്നത്. അവര് എത്ര പേരുള്ള കുടുംബമാണ് ഇത്? ഇവര് അച്ഛനും അമ്മയും 3 മക്കളും അച്ഛനും അമ്മയും. അതില് ഒരു കുഞ്ഞ് രക്ഷപ്പെട്ട് 2 കുഞ്ഞുങ്ങൾ മരിച്ചു. അതെ അതെ. ശ്രീ എൻ ഷംസുദ്ദീൻ, അവിടെ കുട്ടികളൊക്കെ സ്ഥിരമായി കളിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് അതിനെക്കാട്ടിലും റിസ്ക് ആണ്. എല്ലാ കുട്ടികളും അവിടെ പോയാണ് കളിക്കാറെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഒരു കെട്ടിടം അത് ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നത് പോലും ഖേദകരമാണെന്നേ എനിക്ക് പറയാൻ പറ്റൂ. തീർച്ചയായിട്ടും ഇതാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകിൽ ഇത്തരം വീടുകൾ പിന്നെ റെസ്റ്റോർ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അത് പൊളിച്ചു മാറ്റുക. ഇത് നമ്മൾ പലപ്പോഴും പറയുന്നതാണ്. ഈ ATST സ്കീമിലും അതുപോലെ തന്നെ അതിന് മുമ്പുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ഹഡ്കോ വായ്പയിലുള്ള വീടുകളുണ്ട്. ഇതൊക്കെ ഇൻകംപ്ലീറ്റഡ് ആയിട്ട് കിടക്കുകയാണ്. ഇത് പലതും ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള അപകടങ്ങൾക്ക് സാധ്യതയുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത് കാലപ്പഴക്കം ചെന്നപ്പോ ഈ മഴയും വെയിലും ഒക്കെ തട്ടിയതാണ്. ഈ 10 കൊല്ലം മുമ്പ് നിർമ്മിച്ചതിന്റെ മേലെ ഇനി അത് പൂർത്തീകരിക്കാൻ പോയാൽ ചിലപ്പോൾ അത് പ്രശ്നമാവും. അതുകൊണ്ട് ഒന്നുകിൽ അത് റിമൂവ് ചെയ്ത് മാറ്റി അത്തരം ആളുകൾക്ക് പുതിയ വീട് കൊടുക്കാനുള്ള സംവിധാനം കാണും. പിന്നീട് എല്ലാം ലൈഫ് പദ്ധതിയിൽ വന്നതോടുകൂടി അതിന്റെ നോംസ് പ്രകാരം കാര്യങ്ങൾ നടക്കൂ. പക്ഷെ ഡിപ്പാർട്ട്മെന്റ് ഇത്തരം വീടുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണമെന്ന് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഡിപ്പാർട്ട്മെന്റ് ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയെങ്കിലും ആ കാര്യത്തിൽ ഒരു തീരുമാനം വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായൊരു വാർത്തയാണ്. 2 കുഞ്ഞുങ്ങൾ, 4ഉം 7ഉം വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ ഒരു കെട്ടിടത്തിൻ്റെ സൺഷെയ്ഡ് സ്ലാബ് വീണ് മരിച്ച് പോകുന്ന അവസ്ഥ എന്നൊക്കെ പറയുന്നത് അത്യന്തം ദുഃഖകരമാണ്. അതിൽ ആ അമ്മ പറയുന്നത് ഒരു കുഞ്ഞിന് ജീവനുണ്ടായിരുന്നു, അവനെയെങ്കിലും രക്ഷപ്പെടുത്താമായിരുന്നു സമയത്ത് വണ്ടി കിട്ടിയിരുന്നെങ്കിൽ എന്നാണ്. പല പ്രശ്നങ്ങളാണ്. ഒരു വിളിച്ചാൽ വരാൻ ഒരു വണ്ടിയില്ല, ആ സമയത്ത് വിളിച്ചാൽ റെസ്പോണ്ട് ചെയ്യാൻ പ്രതികരിക്കാൻ തക്ക വിധത്തിൽ ജനപ്രതിനിധികൾ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവിടെ അതിനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല. ആശുപത്രിയിൽ എത്തണമെങ്കിൽ 3/4 മണിക്കൂറെങ്കിലും യാത്ര ചെയ്യണം. ഇനി താമസിക്കുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കണ്ടത്. ഇത് അതിദാരിദ്ര്യരില്ലാത്ത കേരളവുമാണ്. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിരോധാഭാസം. ഇതിൽ സർക്കാർ എത്രയും പെട്ടെന്ന് നടപടി എടുത്തേ മതിയാവൂ. ഇങ്ങനെ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അതിനിയും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. ഇവരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഷെഡിലാണ് ഈ കുടുംബങ്ങളൊക്കെ അവിടെ താമസിക്കുന്നത്.
അന്ന് നേരിട്ട് പണം കയ്യിൽ കൊടുത്തിരുന്നത് 4.64 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. അതിൽ 3.32 ലക്ഷം രൂപ 3,32,000 രൂപ അവർ കൈപ്പറ്റിയെന്നാണ് പറയുന്നത്. സ്വാഭാവികമായും ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യന്മാരാണ്, അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും, അതിനെ വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ടാവും. പക്ഷേ അതുകൊണ്ട് അവർ ഇനിയും ഇതുപോലെയുള്ള അപകടാവസ്ഥയിൽ കഴിയണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതിൽ സർക്കാർ തന്നെയാണ് ഒരു നടപടി സ്വീകരിക്കേണ്ടത്. ഈ കുഞ്ഞുങ്ങളുടെ അമ്മയുടെ പ്രതികരണം ഒരിക്കൽ കൂടി കേൾക്കാം. സർക്കാർ കേൾക്കേണ്ടതാണ് ആ പ്രതികരണം. വാഹനം കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താമായിരുന്നു എന്ന ആ അമ്മ പറയുന്നത് വേദനയോടെ തന്നെ കേരളം കേൾക്കണം. വീടിന്റെ ചുമര് പൊട്ടിട്ട് ഭിത്തി അതിന്റെ മുകളിൽ കുട്ടികൾ കളിച്ചിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് പൊട്ടി താഴെ വീണു. കുട്ടിന്റെ കുട്ടികളുടെ താഴായിരുന്നു, അതിന്റെ മേലെ ഇതായിരുന്നു, മറ്റേ ഭിത്തി താഴെ പൊട്ടിട്ട്. പൊട്ടിയ ശബ്ദം കേട്ടിട്ട് ഞങ്ങളെല്ലാവരും ഓടിപ്പോയി നോക്കുമ്പോൾ ഒരാൾ കുഴപ്പമില്ലായിരുന്നു, ബാക്കി 2 പേരുടെ മേലായിരുന്നു, ഞങ്ങളുടെ കുട്ടികളുടെ മേലായിരുന്നു ഇത് രണ്ടും ഇതൊക്കെ കയറിയിട്ടുണ്ട്. ഒരാളെടുത്ത് നോക്കുമ്പോൾ തന്നെ പോയിട്ടുണ്ട്, മറ്റേ ആൾ കുറച്ചങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ വണ്ടി കിട്ടാണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. റോഡ് ബ്ലോക്കാണ്, റോഡ് അവിടെ പണിത് കൊണ്ടിരിക്കാം. പറയാനുള്ളത് എന്താ, ഇതുപോലെ വേറെ ഏത് കുട്ടിക്കും വരണ്ട. വീട് കൊടുത്താൽ വീട് പൂർത്തിയാക്കി കൊടുത്താൽ മതി. പിന്നെ ഈ പകുതി പൈസ കൊടുത്തിട്ട് ഇതുപോലെ വേറെ കുട്ടികളാക്കണ്ട. വീട് കൊടുത്താൽ പൂർത്തിയാക്കണം. ഈ പ്രൊമോട്ടർ വിളിച്ചിരുന്നു നിങ്ങൾ ആ സമയത്ത്? വിളിച്ചിട്ടുണ്ടായിരുന്നു, വണ്ടികളൊന്നുമില്ല. പിന്നെ ആദ്യം വിളിച്ചപ്പോൾ കിട്ടി, അപ്പോൾ വണ്ടിയില്ല, ഇവിടെ വണ്ടിയില്ലെന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചപ്പോൾ കരുത്ത് കൊടുക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ അനിയന്മാര് ബൈക്കും പിന്നെ ആ ഏട്ടൻ്റെ ബൈക്കും ഏട്ടന്മാരെ അങ്ങനെ ബൈക്കിലെ കൊണ്ടുവന്ന് കിട്ടിയിട്ടില്ല. പിന്നെ അവരെ ബൈക്കിൽ വിട്ടു ഞങ്ങൾ. ഞാൻ ഓട്ടോ കാത്തു നിന്നു. എനിക്ക് ഓട്ടോ കിട്ടിയതും ഇവരൊക്കെ അതിലെത്തി. പിന്നെ വരുമ്പോഴേക്കും ടൈമായി. അപ്പോൾ പോകുമ്പോൾ പിന്നെ വന്ന് നോക്കുമ്പോൾ എല്ലാം കഴിഞ്ഞു. വലിയവനൊക്കെ അനക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ അമർത്തുമ്പോൾ ശ്വാസമൊക്കെ വിടുന്നുണ്ട്. പിന്നെ ഇങ്ങനെ സംസാരിക്കാൻ ഇങ്ങനെ വായൊക്കെ അനക്കുന്നുണ്ട്, പക്ഷെ സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പെട്ടെന്ന് കൊണ്ടുവന്ന് വണ്ടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ ജീവനുണ്ടായിരിക്കും ഒരാളെങ്കിലും.